എല്ലാവർക്കും ആസ്പീർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ജിഗ്ര എന്ന ഹിന്ദി സിനിമയുടേതാണ്. ആലിയ ഭട്ട് പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമയാണ് ജിഗ്ര. തിയേറ്ററുകളിൽ പരാജയമായിരുന്നു ഈ ഒരു സിനിമ. ഇപ്പോൾ ഈ സിനിമ ഡിസംബർ 6 തീയതി നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുകയാണ്. അടുത്ത അപ്ഡേറ്റ് സർ എന്നൊരു തമിഴ് മൂവിയുടേതാണ്. വിമൽ നായകനായി ഡ്രാമ കാറ്റഗറിയിൽ തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സർ. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു റെസ്പോൺസാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വീഡിയോ വഴി ഡിസംബർ 6 തീയതി OTT റിലീസ് ചെയ്യുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഫാമിലി എന്ന മലയാളം മൂവിയുടേതാണ്. വിനയ് ഫോർട്ട്, ദിവ്യപ്രഭ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി തിയേറ്ററിലെത്തിയ പരാജയപ്പെട്ട സിനിമയാണ് ഫാമിലി. ഇപ്പോൾ ഈ സിനിമ ഡിസംബർ 6 തീയതി മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഹണ്ട് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഭാവന നായിക വേഷത്തിലെത്തി തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ക്രൈം ത്രില്ലർ മൂവിയാണ് ഹണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ 6 അല്ലെങ്കിൽ ഡിസംബർ 13 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ, അപർണ ദാസ്, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തിയേറ്ററുകളിലെത്തി മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആനന്ദ് ശ്രീബാല. ഇപ്പോൾ ഈ സിനിമയുടെ OTT അവകാശങ്ങൾ C5 വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമ ഡിസംബർ 21 ക്രിസ്മസ് സ്പെഷ്യലായി C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന മലയാളം സിനിമയുടേതാണ്. ബേസിൽ ജോസഫ്, നസ്രിയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ മൂവിയാണ് സൂക്ഷ്മദർശിനി. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമ ക്രിസ്മസ് സ്പെഷ്യലായി റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.